മൊസില്ല Firefoxലെ എക്സ്റ്റെൻഷൻസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ add-ons, എക്സ്റ്റെൻഷൻസ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്, റികമെൻഡഡ് എക്സ്റ്റെൻഷൻസ്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 10.04ലെ ഫയർഫോക്സ് 70. ഫയർഫോക്സ് ബ്രൗസർ തുറക്കട്ടെ. ഡിഫാൾട്ടായി യാഹൂ ഹോം പേജ് തുറക്കുന്നു. എന്താണ് എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ add-ons? എക്സ്റ്റെൻഷൻസിന്റെ ഉപയോഗം ഫയർഫോക്സ് ബ്രൗസറിലേക്ക് പുതിയ ഫീച്ചേഴ്സ് ചേർക്കുന്നു, നിലവിലുള്ള ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യുന്നു. നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് ഫയർഫോക്സ് ബ്രൗസർ കസ്റ്റമൈസ് ചെയ്യാം. എക്സ്റ്റെൻഷൻസ് ഫയർഫോക്സ് ബ്രൗസറിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ബ്രൗസറിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻസ് താഴെ പറയുന്നവയ്ക്ക് ഇൻസ്റ്റോൾ ചെയ്യാം. പരസ്യങ്ങൾ അല്ലെങ്കിൽ പോപ്പ്-അപ്സ് ബ്ലോക്ക് ചെയ്യാൻ, സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യാൻ, കാലാവസ്ഥാ പ്രവചനങ്ങൾ കാണിക്കുന്നതിന് ഗ്രാബ് ആൻഡ് ഡ്രാഗ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റോൾ ചെയ്യാം. വെബ് പേജുകൾ വിവിധ തരത്തിൽ സ്ക്രോൾ ചെയ്യുന്നതിന് ഗ്രാബ് ആൻഡ് ഡ്രാഗ് സഹായിക്കുന്നു. ഇത് അഡോബ് അക്രോബാറ്റിലെ ഗ്രാബ് ആൻഡ് ഡ്രാഗ് ഫങ്ഷന് സമാനമാണ്. മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾസ്, add-ons. add-ons മാനേജർ ടാബ് തുറക്കുന്നു. Ctrl+Shift+A കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്തും add-ons മാനേജർ ടാബ് തുറക്കാവുന്നതാണ്. add-ons മാനേജറിന്റെ ഇടതു പാനൽ ലഭ്യമായ ഓപ്ഷനുകൾ കാണിക്കുന്നു. ഡിഫാൾട്ടായി ഗെറ്റ് add-ons ഓപ്ഷൻ സിലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടത് പാനലിൽ സിലക്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വലത് പാനലിൽ കാണിക്കുന്നു. ഇവിടെ വലത് പാനലിൽ add-ons എന്താണെന്നും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും വിശദമാക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ കഴിയുന്ന ചില add-ons കാണിക്കുന്നു. ഇപ്പോൾ നമുക്ക് പുതിയ add-on ഗ്രാബ് ആൻഡ് ഡ്രാഗ് ഇൻസ്റ്റോൾ ചെയ്യാം. ആദ്യമായി മുകളിൽ വലത് കോണിൽ കാണുന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക ഗ്രാബ് ആൻഡ് ഡ്രാഗ്. എന്റർ പ്രസ് ചെയ്യുക. വലത് പാനലിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പേരുമായി സാമ്യമുള്ള add-ons കാണിക്കുന്നു. ഡ്രാഗ് എന്ന ടൈറ്റിലുള്ള എല്ലാ add-onsഉം കാണിക്കുന്നത് ശ്രദ്ധിക്കുക. ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഗ്രാബ് ആൻഡ് ഡ്രാഗ് ആണ് നമുക്ക് വേണ്ടത്. ഇൻസ്റ്റോൾ ക്ലിക്ക് ചെയ്യുക. മിക്കവാറും സോഫ്റ്റ്വെയറുകളെ പോലെ ചില add-onsനും എൻഡ് യൂസർ ലൈസൻസ് എഗ്രീമെന്റ്സ് ഉണ്ട്. എൻഡ് യൂസർ ലൈസൻസ് എഗ്രീമെന്റ് ഡയലോഗ് ബോക്സിൽ ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റോൾ ക്ലിക്ക് ചെയ്യുക. add-on ഡൗൺലോഡ് പ്രോഗ്രസ് ബാർ കാണപ്പെടുന്നു. അടുത്തതായി മൊസില്ല ഫയർഫോക്സ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ add-on ഇൻസ്റ്റോൾ ചെയ്യപ്പെടും എന്ന സന്ദേശം ലഭിക്കുന്നു. റെസ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. ഫയർഫോക്സ് ബ്രൗസർ അണഞ്ഞിട്ട് വീണ്ടും തുറക്കുന്നു. add-ons മാനേജർ ഒരു പുതിയ ടാബിൽ തുറക്കുന്നു. എക്സ്റ്റെൻഷൻസ് ടാബിന്റെ വലതുവശത്ത് ഗ്രാബ് ആൻഡ് ഡ്രാഗ് എക്സ്റ്റൻഷൻ കാണപ്പെടുന്നത് ശ്രദ്ധിക്കുക. മുൻപത്തെ പോലെ സ്ക്രാപ്പ് ബുക്ക് എക്സ്റ്റൻഷൻ ഇൻസ്റ്റോൾ ചെയ്യാം. വെബ് പേജ് കളക്ഷൻസ് സേവ് ചെയ്യാനും മാനേജ് ചെയ്യാനും സ്ക്രാപ്പ് ബുക്ക് ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് ബാറും ഫയർഫോക്സ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സന്ദേശവും പ്രത്യേകം കാണിക്കുന്നില്ല. അവ സ്ക്രാപ്പ് ബുക്ക് ബാറിൽ കാണിക്കുന്നു. റെസ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. ഫയർഫോക്സിൽ സ്ക്രാപ്പ് ബുക്ക് ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടു. ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് അസൈൻമെന്റ് ചെയ്യുക. ഫയർഫോക്സ് ബ്രൗസറിൽ add-ons മാനേജർ തുറക്കുക. ഗെറ്റ് add-ons ഓപ്ഷനിലെ ഫീച്ചർഡ് add-ons ലിസ്റ്റിൽ നിന്നും ഒരു പുതിയ add-on ചേർക്കുക. add-ons മാനേജറിൽ എക്സ്റ്റെൻഷൻസ് ഓപ്ഷൻ ഉപയോഗിച്ച് എക്സ്റ്റെൻഷൻസ് ചേർക്കുകയോ നീക്കം ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഫയർഫോക്സ് ബ്രൗസറിൽ add-ons മാനേജർ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇടത് പാനലിൽ എക്സ്റ്റെൻഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വലത് പാനലിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള എക്സ്റ്റെൻഷൻസ് കാണിക്കുന്നു. സ്ക്രാപ്പ് ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി അത് സിലക്റ്റ് ചെയ്തിട്ട് മോർ ക്ലിക്ക് ചെയ്യുക. സ്ക്രാപ്പ് ബുക്കിന്റെ വിശദാംശങ്ങൾ കാണിക്കുന്നു. എക്സ്റ്റൻഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇടത് പാനലിൽ എക്സ്റ്റൻഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓരോ എക്സ്റ്റൻഷനും പ്രഫറൻസസ് സെറ്റ് ചെയ്യാനും അത് ഡിസേബിൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും കഴിയും. ഗ്രാബ് ആൻഡ് ഡ്രാഗ് സിലക്റ്റ് ചെയ്തിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഫറൻസസ് സെറ്റ് ചെയ്യാം. ഡയലോഗ് ബോക്സ് എക്സിറ്റ് ചെയ്യാനായി ക്യാൻസൽ ക്ലിക്ക്
ചെയ്യുക. സ്ക്രാപ്പ് ബുക്ക് സിലക്റ്റ് ചെയ്തിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക. സ്ക്രാപ്പ് ബുക്ക് ഓപ്ഷൻസ് ഡയലോഗ് ബോക്സിൽ നിന്ന് ഗ്രാബ് ആൻഡ് ഡ്രാഗ് പ്രഫറൻസസ് ഡയലോഗ് ബോക്സ് വ്യത്യസ്തമാണ്. അതായത് ഓരോ എക്സ്റ്റൻഷനും വിവിധ സെറ്റിംഗ്സ് ആണ് ഉള്ളത്. ഒരു എക്സ്റ്റൻഷന് പ്രഫറൻസസ് ബട്ടൺ കാണുന്നില്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അതിന് പ്രഫറൻസസ് ഇല്ല എന്നാണ്. സ്ക്രാപ്പ് ബുക്ക് ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാനായി ക്ലോസ് ക്ലിക്ക് ചെയ്യുക. മിക്ക സോഫ്റ്റ്വെയറുകളെയും പോലെ add-onsഉം പതിവായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സ്ക്രാപ്പ് ബുക്ക് അപ്ഡേറ്റ് ചെയ്യാനായി അത് സിലക്റ്റ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ബട്ടൺ കാണപ്പെടുന്നു. add-on അപ്ഡേറ്റ് ചെയ്യാനായി അതിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രാപ്പ് ബുക്കിന് അപ്ഡേറ്റുകൾ ഒന്നും ഇല്ലാത്തതിനാൽ അപ്ഡേറ്റ് ബട്ടൺ കാണുന്നില്ല. അവസാനമായി നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ ആവശ്യമില്ലെങ്കിൽ ഡിസേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എക്സ്റ്റൻഷൻ നീക്കം ചെയ്യാൻ റിമൂവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ എക്സ്റ്റൻഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഫയർഫോക്സിൽ കൂടുതൽ ഫംഗ്ഷനുകൾ ചേർത്ത് നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കാൻ എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കാം. മറ്റ് ധാരാളം add-onsകളെ കുറിച്ച് മനസിലാക്കാൻ ഗെറ്റ് add-ons ഓപ്ഷൻ ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യവും ഉപയോഗപ്രദവുമായ add-ons തിരഞ്ഞെടുത്ത് ഇൻസ്റ്റോൾ ചെയ്യാം. ഫയർഫോക്സ് എക്സ്റ്റൻഷൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി ഫയർഫോക്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്, റികമെൻഡഡ് എക്സ്റ്റൻഷൻസ്. ഒരു അസൈൻമെന്റ്. വെബ് മെയിൽ നോട്ടിഫയർ എന്ന എക്സ്റ്റൻഷൻ തിരയുക. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്യുക. നിങ്ങളുടെ മെയിൽ അക്കൗണ്ടുകളിൽ നിന്ന് വായിച്ചിട്ടില്ലാത്ത മെയിലുകൾ പരിശോധിക്കാൻ എക്സ്റ്റൻഷന്റെ ഫീച്ചർസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുക. എക്സ്റ്റൻഷൻ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് ഫയർഫോക്സിൽ നിന്ന് നീക്കം ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.